ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. ഗൾഫിൻ്റെ കാന്താരിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് കല്യാണത്തിൻ്റെ തലേന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലാണ്. അപ്പോൾ കുറച്ച് ഷോപ്പിങ്ങും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങാൻ പോകണം. അപ്പോൾ ഞാൻ മൈലാഞ്ചി ഇന്നലെ ഇട്ടിട്ടോ. ഇന്നലെ നൈറ്റ് ഇന്നലെ ഈവനിങ് ഇട്ടിട്ട് പൊളിച്ച് കളഞ്ഞു. വാവേനെ എടുക്കാനും പിടിക്കാനുള്ളതുകൊണ്ട് ഇത് പൊളിച്ചൊക്കെ കളഞ്ഞായിരുന്നു. പിന്നെ എന്താ പറയുക, പൊളിച്ചിട്ടിട്ട് വേറൊന്നും പണി എടുത്തില്ല. നൈറ്റ് പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പണിയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് നൈറ്റ് ഇത് പൊളിച്ചിട്ടായിരുന്നു. അപ്പോൾ അവനെടുക്കാനുള്ളത്. പിന്നെ നൈറ്റ് ചെറുനാരങ്ങയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടു. അങ്ങനെ ഇതായി. പിന്നെ ഇപ്പോൾ നെയിൽ പോളിഷ് ഗീതുവിൻ്റെ എടുക്കുന്ന അടുത്ത ഷെയ്ഡ് കളറാട്ടോ, സ്റ്റുഡിയോൻ്റെ ഈ ഒരു ഷെയ്ഡ്. എൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് അതിൻ്റെ അടുത്തുള്ളൂ. അപ്പം ഞാനത് ഇട്ട് പിന്നെ ഒരു കോട്ടും കൂടി ഇടണം എനിക്ക്. അങ്ങനെ ഇരിക്കുന്നു. ഇനിയിപ്പോൾ കുട്ടി ഷോപ്പിംഗ് ഉണ്ട്. കല്യാണം നമുക്ക് കുരുവൊക്കെ തന്നെയുണ്ട്. കുട്ടി ഷോപ്പിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഇറങ്ങാൻ നിൽക്കുക. ഭദ്രയ്ക്ക് ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേന്നത്തെ പ്ലാൻ ഇല്ലായിരുന്നു കേട്ടോ. തലേന്ന് അവർ രാവിലെ വന്ന് കുട കൊടുത്ത് പോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്നാണ് പറഞ്ഞത് അവർ നൈറ്റ് കുട കൊടുക്കാൻ വരെ ഇപ്പോൾ ഫങ്ഷനായിട്ടുണ്ടെന്ന്. അപ്പോൾ ഭദ്രയ്ക്ക് ഒരു ഉടുപ്പ് എടുക്കണം. ആദ്യക്ക് ഡ്രസ്സുണ്ട് കേട്ടോ. 2-3 ഡ്രസ്സുണ്ട്. പിന്നെ ഭദ്രയ്ക്കൊരു ജോഡി എടുക്കണം. ഉണ്ണിക്ക് ഷൂ എടുക്കണം, സോക്സ് എടുക്കണം, ബദ്രൂന് സോക്സ് എടുക്കണം, ആദിക്ക് സോക്സ് എടുക്കണം. അങ്ങനെ പിന്നെ ഭദ്രയ്ക്ക് പൊടി വാങ്ങാനൊക്കെ ഉണ്ട്. അപ്പം അതിന് ഇറങ്ങാൻ നിൽക്കുക. അപ്പം കുളിച്ചിട്ട് പോകണോ കുളിക്കാതെ പോകണോ എന്ന് ഞാൻ ആലോചിക്കുക. അതിൽ പോയി വന്നിട്ട് ഭദ്രനെ കുളിപ്പിക്കാനുണ്ട്. ഭദ്രനെ കുളിപ്പിച്ചിട്ട് പോകണില്ല. അപ്പം ബാക്കി വിശേഷം ഇറങ്ങിയിട്ട് പറയാം കേട്ടോ. അങ്ങനെ ആദി മുടി വെട്ടാൻ കയറിയത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ബദ്രൂട്ടനെ ഇവിടെ കിടന്ന് ഉറങ്ങി. എന്നെ പാൽ കൊടുത്ത് നിർത്തി ഉറങ്ങി. അതിന് ചില സമയം ബ്രസ്റ്റ് ഫീഡിങ് മസ്റ്റാണ്. അപ്പോൾ അവന് പാല് കുടിക്കണം. കുപ്പി കൊടുത്തിട്ട് തട്ടിക്കളഞ്ഞു. അപ്പോൾ ഞാൻ കാറിൽ വന്നിരുന്നു പാല് കൊടുക്കാനായിട്ട്. അപ്പോൾ പാല് കൊടുത്തു. അപ്പോൾ അവരവിടെ ഞാനിവിടെ നിന്നായിരുന്നു കേട്ടോ നെയിൽ എക്സ്റ്റൻഷനൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ കയറി അവൻ മുടി വെട്ടുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ മോഡലൊക്കെ പറഞ്ഞു കൊടുത്ത് പോകുന്നതാണ്. അപ്പോൾ അവൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അറിയാവുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടാണ്, നല്ല സ്റ്റൈലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റൈലാക്കുന്നുണ്ട്. ഞാനിവിടെ ഇരിക്കുകയാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞാൻ നോക്കട്ടെ എവിടം വരെ എത്തിയെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടനായിട്ട് ഒന്ന് കൊമ്പ് ഓർത്ത് നിൽക്കുകയായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇവിടെ വെഡ്ഡിങ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, സാരി, ഷർട്ട്, മുണ്ട് അതൊക്കെയാണ് ഒരു കോമ്പിനേഷൻ. അപ്പം മൂപ്പർക്ക് ജീൻസ് ഇടണം. എനിക്ക് ജീൻസ് ഇട്ടിട്ട് പിന്നെ പാർട്ടി ഉണ്ട്, പാർട്ടിക്കും ജീൻസ് തന്നെയല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഷർട്ട് മുണ്ടല്ലേ അതിന് ഭംഗി എന്ന് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് അത് അക്സെപ്റ്റ് ചെയ്യില്ല. മൂപ്പർ പറയാതെ എന്തിനാ. പക്ഷെ ഞങ്ങളുടെ ഇവിടെ എന്ന് വെച്ചാൽ വെഡ്ഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണ് സാരി, അതിന് കളർ കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഷർട്ട് അതിനൊത്തൊരു മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് നിൽക്കുക. അപ്പോൾ പറഞ്ഞിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞാൽ കേൾക്കാത്തതിനോട് ഞാൻ പറയാൻ നിൽക്കില്ല. കാര്യം ഓനോ എൻ്റെ രീതിക്ക് ഇറന്നോട്ടെ, ഞാൻ എൻ്റെ രീതിക്ക് നടക്കാമെന്നുള്ള തീരുമാനത്തിലായി. ഞാൻ 2 കേട്ടതിന് പുറത്ത് ദേഷ്യം പിടിച്ച് പോയത്. ഇപ്പോൾ വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മിണ്ടി വന്നോ ഇരിക്കുന്നുണ്ട്. തീരുമാനത്തിൽ വല്ല മാറ്റം വന്നിട്ടുണ്ടാവും. അതൊക്കെ കിളിച്ച് കാണിക്കുന്നത്. അതുകൊണ്ട് പുറയിൽ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അത് വേണ്ട, അവിടെ നിൽക്കുകയാണ്, മെല്ലെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ അട്ടനെ പിടിച്ച് മറ്റേക്കടുത്തേക്ക് കിടക്കൂല ഗായ്സ്. അത് അട്ടത്തോട് തേടിപ്പോവും. അതാണ് ആ പോണത്. നിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ മുടി വളർത്തി, നിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ മുടി കെട്ടിവെച്ചു, നിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാനിപ്പോൾ നടക്കണത്. എനിക്ക് എൻ്റെതായ ഇഷ്ടമില്ല. എന്തിഷ്ടം പൊട്ടൻ്റെ അരി അടക്കണതാണ് ഇഷ്ടം. ഒരു സ്റ്റൈലായിട്ടൊന്നും നടക്കണമെന്ന് ഇഷ്ടമല്ല കേട്ടോ. അതുപോലെ സ്റ്റൈൽ ഡ്രസ്സ് ഇടുന്ന ഇഷ്ടമല്ല. ഒരു പ്രത്യേക ക്യാരക്ടറാണ് ഞാൻ. ഇത്ര അഡ്ജസ്റ്റബിൾ ആയെന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ആദ്യം പോയി നോക്കിയിട്ട് വരാം കേട്ടോ.
അവനെപ്പോൾ ഇവിടെ ഇരുന്ന് പാൽ കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ ഞാൻ നിറച്ച് ജെൻസാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ലേഡീസും ഉണ്ട് കേട്ടോ, രണ്ടും കൂടി ഒരുമിച്ചുള്ള പാർലറാണ്. അപ്പോൾ എനിക്ക് മടിച്ചിട്ട് അവർ പറഞ്ഞു ലേഡീസിൻ്റെ ആ റൂമിൽ പോയിരുന്നു കൊടുത്തോന്ന് പറഞ്ഞു. ഫീഡിങ് ബോഡി തട്ടിയിട്ട് കളഞ്ഞു. ചില നേരം കുപ്പിയും കൊണ്ട് എന്നാൽ പറയും കുപ്പി എടുത്തിട്ട് പോടി തള്ളേന്ന് പറയും. അങ്ങനെയാണ്. അപ്പോൾ അതിന് നേട്ടൻ ദേഷ്യം പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരെ വീട്ടിലോട്ട് പോകണം. വാങ്ങാനായിട്ട് ഞാൻ അപ്പം അമ്മയ്ക്ക് മെഡിസിൻ വാങ്ങാനുണ്ട് കേട്ടോ. അമ്മയ്ക്ക് മെഡിസിൻ വാങ്ങാനുണ്ട്, മുടിയിലിടുന്നത് വാങ്ങാനുണ്ട്. ഒന്നും വാങ്ങിയില്ല. അപ്പോഴേക്കും ഞാൻ ഏട്ടനായിട്ട് കൊമ്പ് ഓർത്തു. എന്ത് പറയാനാ ഈശ്വര, തിരിച്ചു കൊടുത്താൽ അമ്മ എടുക്കൂല, അല്ലെങ്കിൽ ഞാൻ എന്നോ കൊടുത്തിട്ടുണ്ടാവും. ഈ വീഡിയോ അമ്മ കാണുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകന് വേണ്ടി സമീപിക്കുക, ഞാൻ തരാം. കൊണ്ടുപോയിക്കോ പഴഞ്ചൻ കുട്ടീനെ. ഇമാരൊരു പഴഞ്ചൻ എനിക്ക് അറിഞ്ഞൂടാ. ഷൂ ഇടൂല. ഷൂ ഇടാൻ പറഞ്ഞപ്പോൾ എനിക്ക് സോക്സ് ഇട്ട് ഷൂ ഇടുന്ന ഇഷ്ടമല്ല. പക്ഷേ മൂപ്പര ഏട്ടൻ അങ്ങനെയല്ല കേട്ടോ. ഏട്ടൻ നല്ല ഇതായിട്ട് ഇറക്കും. മൂപ്പര അങ്ങനെയൊന്നും ഇറക്കില്ല. മൂപ്പര് മറ്റേ എന്താ പറയുക, ജാമുവിൻ്റെ കാലത്ത് ഇറക്കണവർ. ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പോലത്തെ പാൻറ്റും ഇഷ്ടമുള്ള പോലെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യണോണ്ട് എന്നോട് ദേഷ്യത്തിലാണ്. നിനക്ക് ഇഷ്ടമായിട്ടാണ് ചെയ്യണത്. വീഡിയോ എടുക്കണേന് അവിടെ ക്ലാസ് ചെയ്യുന്ന കേട്ടോ. അതൊക്കെ ചെയ്യും. വേണ്ട ചെയ്യണോട്ടെ. ഇപ്പം എന്തായാലും കാണിക്കും. വലിയ വിളഞ്ഞ സാധനം ആയിരിക്കുന്ന മുതൽ ഞാൻ പറയും ഇടയ്ക്ക് ഇരുന്നിട്ട്, നിങ്ങളുടെ അമ്മ എനിക്ക് അങ്ങോട്ട് കൊടുത്താൽ മതിയായിരുന്നു, പൈസ അങ്ങോട്ട് ചിലവ് അയച്ചുതരാം. അപ്പം കൊണ്ടുപോയി എപ്പോഴും പറയും. അപ്പം എന്നോട് പറയും തള്ള എന്നെ കൊണ്ടുപോകില്ല, ഞാൻ തന്ത വേണമെങ്കിൽ കൊണ്ടുപോയാലും തള്ള കൊണ്ടുപോകില്ലെന്ന് പറയും. നമ്മുടെ തള്ളക്ക് വിവരം ഉണ്ടെന്ന് പറയും. അങ്ങനെയാണ് ഗൈസ്. അയ്യോ എൻ്റെ ചെയിൻ പിഴിഞ്ഞെടുക്കണം. ഒരു കയർ പിരി ചെയിൻ വാങ്ങിയതാ. ചെയിൻ വാങ്ങിയിട്ട് ചെയിൻ കഴുത്തിൽ കുടുങ്ങുന്നുണ്ട് ഗൈസ്. ഇതാണ് കേട്ടോ ഷോപ്പിൻ്റെ ഓണർ. അതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഓണർ. മൂപ്പർക്ക് എന്നെ അറിയാം. ഓക്കെ, ഞാൻ ഉള്ളിലേക്ക് കയറി വീഡിയോ. അങ്ങനെ ഷർട്ട് വാങ്ങാനായിട്ട് വേറൊരു ഷോപ്പിൽ കയറി കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ സാരിക്ക് മാച്ച് ചെയ്ത് ഷർട്ട് കിട്ടുന്നുണ്ട്. തപ്പി വേറൊരു ഷോപ്പിൽ കയറി. അപ്പോൾ ഞങ്ങൾ കയറാൻ വേണ്ടി കണ്ടോ. അങ്ങനെ ആ ഷോപ്പിൽ നടന്ന് അവിടെ ഇല്ല. അവിടെ നേരെ ഷോപ്പിക്കയിലെത്തി. അപ്പോൾ സ്വയംവരയിലെത്തി. അപ്പോൾ സ്വയംവരയിൽ തപ്പി ഇറങ്ങി. അപ്പോൾ ഏട്ടൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഷർട്ട് ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ തപ്പിത്തറിഞ്ഞ് ബദ്രൂവിന് പറ്റിയൊരു ജുബ്ബ നോക്കിയതാണ്. പക്ഷെ ബദ്രൂട്ടൊക്കെ അത് വലുതാവുന്ന ഓർത്തിട്ട് ഞങ്ങളവിടെ നിന്ന് എടുത്തിട്ട് അത് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ അത് ബദ്രൂവിന് ഇടാനത് ഫുള്ളായിട്ട് അവൻ ഇടേണ്ടി വരും. ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടോ. അത് കഴിഞ്ഞ് ഏട്ടന് അവിടെ നിന്ന് ഷർട്ട് കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ ദുഃഖറിനോട് പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ബില്ല് അടച്ചിറങ്ങാൻ പ്ലാൻ. അപ്പോൾ ആദ്യം അവിടെ പോയി നിന്നിട്ട് ഫോട്ടോ എടുത്തു. എന്നിട്ട് ബില്ലടിച്ചു. പ്രൊഡക്റ്റ് അവിടെ. അപ്പോൾ ആദ്യം വരെ അച്ഛനും അമ്മയോടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു. സ്വയംവര ടെക്സ്റ്റൈൽസ് എറണാകുളം എടപ്പള്ളി അവിടേക്ക് കുറച്ച് അങ്ങനെ അമ്മയ്ക്ക് അവിടെ നിന്ന് ഏട്ടന് വേണ്ടി ഞങ്ങളോട് വെയിറ്റ് ചെയ്തു. വണ്ടി അവിടെയാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് ഏട്ടൻ വണ്ടി എടുത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ സമയം എത്രയെന്ന് അറിയാം, ഏകദേശം സമയം 3 മണി. വിശക്കാൻ തുടങ്ങി. അങ്ങനെ വരുന്ന വഴിക്ക് ഏട്ടന് പോർക്ക് വാങ്ങണമെന്നും പറഞ്ഞു പോർക്ക് വാങ്ങാൻ കയറി കേട്ടോ. കയറാണ്ടായി ഫാൻസിലും കയറി, മെഡിക്കൽ ഷോപ്പിലും കയറി, തിരിച്ചങ്ങോട്ട് പോവായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അത്ര പോർക്ക് വാങ്ങാൻ രാത്രിത്തേക്കൊന്നും. ഇപ്പം എന്തോ മീൻകറിയും മീൻ പൊരിച്ചതുകൊണ്ട് ചോറുമുണ്ട്. ഉച്ചത്തേക്ക് പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് തീരെ വയ്യാത്തതുകൊണ്ട് ഞാൻ രാവിലെ മീനൊക്കെ വെട്ടി കൊടുത്തിട്ടാണ് വന്നത്. പൊരിക്കാനുള്ളതും റെഡിയാക്കിയിട്ടാണ് പോകുന്നത്. കാര്യം എന്ന് വെച്ചാൽ അമ്മ ഒറ്റയ്ക്കല്ലേ. അനിയത്തിയും ഹസ്ബൻഡും ഇന്ന് അങ്ങോട്ട് പോയി, കല്യാണപ്പുരയിലോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ നാളെ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയി. എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും അങ്ങോട്ട് പോയി. കാര്യം എന്ന് വെച്ചാൽ മണവാട്ടിയുടെ ഡ്രസ്സൊക്കെ തയ്ക്കാൻ കൊടുത്തതൊക്കെ വാങ്ങിയിട്ട് ഒരു നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് നാളെ മണവാട്ടിയുടെ കുറച്ച് ഡ്രസ്സ് കൂടി ഉണ്ട്. അതൊക്കെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നാളെ പോകും. നാളെ ഒരു ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങും ഞങ്ങൾ കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ബാക്കി വിശേഷം പോണ വഴിക്ക് പറയാം.
അങ്ങനെ ഏട്ടൻ മോന് പൊടി വാങ്ങാൻ വേണ്ടി ഷോപ്പിൽ പോയതാട്ടോ. പൊടി കിട്ടിയില്ലെന്ന് തോന്നുന്നു, സെൻറ്റ് ആൻ്റണീസ് കോംപ്ലക്സ്. അപ്പോൾ അവിടെ പോയിട്ട് പൊടി കിട്ടാതെ ഏട്ടൻ തിരിച്ചു വരുന്നുണ്ട്. ഇനി എവിടെ നിന്നെങ്കിലും പൊടിയും കൂടി വാങ്ങി വീട്ടിലോട്ട് എത്തണം. ഇപ്പോൾ സമയം എത്രയാണ്? 3 മണിയായി. ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോയി. ഭദ്രയുടെ പൊടി ഒറ്റ ഷോപ്പിൽ അവൈലബിൾ അല്ല. അപ്പോൾ എത്ര ഷോപ്പിൽ ചോദിച്ചെന്ന് പറയും. അപ്പോൾ അങ്ങനെ ചോദിച്ച് ഏട്ടൻ്റെ ആ മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിക്കാൻ വേണ്ടി പോയിട്ടോ. അയ്യോ, ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ തീർന്നു. ഇനി ചെന്നിട്ട് എത്രയോ പണിയുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കയ്യിൽ ഞാൻ ഇവിടെ മാത്രം മൈലാഞ്ചി ഇട്ടിട്ടുള്ളൂ. ഒരു കോട്ടും കൂടി ഇടണം, പിന്നെ മറ്റേ മൈലാഞ്ചി എടുത്ത് ഉള്ളിലിടണം. പണിയുണ്ട്, ചെന്നിട്ട് കൈക്ക് പണിയുണ്ട്. പിന്നെ ഫേസിൽ ഒന്ന് ഫേഷ്യൽ ചെയ്യാനുണ്ട്. ഞാൻ സെൽഫാട്ടോ, ഒറ്റയ്ക്ക് ചെയ്യുന്ന. അപ്പം അത് ചെയ്യാനുണ്ട്, പാക്ക് ചെയ്യാനുണ്ട്. നാളെ പോകുമ്പോഴുള്ള ഡ്രസ്സ് മാത്രം എടുത്ത് വെച്ചാൽ ഇട്ടിട്ട് പോകത്തുള്ളൂ. മറ്റന്നാളത്തേക്കുള്ളത് റിസപ്ഷനുള്ളത് നമ്മൾ വണ്ടി എടുത്ത് വെക്കണം. അപ്പം അങ്ങനെ കുറച്ച് കൂട്ടി പണികളുണ്ട് ചെന്നിട്ട്. അപ്പം അങ്ങനെയാണ്. ഏട്ടൻ്റെ ഷർട്ട് കിട്ടി. അപ്പോൾ ഷർട്ടിൻ്റെ കൈ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം വേണം വീട്ടിൽ പോയി ചോറ് തിന്നാൻ. നല്ല വിശപ്പായേക്കണം. അല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് ഒന്ന് 2 ജ്യൂസ് വാങ്ങി തന്നെ ഏട്ടൻ. അത് ഞാൻ കുടിച്ച് ബൂസ്റ്റ് വിത്ത് ബദാമും 2ഉം കുടിച്ച് ഇരിക്കേട്ടോ. ഇനി ഏട്ടൻ വന്നിട്ട് വേണം നേരെ വീട്ടിൽ പോവാൻ. ഏട്ടൻ്റെ ഒരു ഷർട്ട് വാങ്ങൽ ഡേ ആയിട്ട് ഇങ്ങനെ തീർത്തു. ഞാൻ അവിടെ നിന്ന് വരുമ്പോഴേ പറഞ്ഞ ഡ്രസ്സ് എടുത്തോന്ന് പറഞ്ഞില്ല. ഇവിടെ വന്നിട്ട് നമുക്ക് തലേന്ന് പോയി എടുക്കാമെന്ന്. മെയിനായിട്ടുള്ളത് ആദ്യയുടെ മുടിവെട്ടലാണ്. മുടിവെട്ടലും കഴിഞ്ഞ് ഇതും കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ദിവസം ഫുള്ളായിപ്പോയി. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നാളെ കല്യാണത്തലേന്ന് വിശേഷമായിട്ട് ഞാൻ വരാം കേട്ടോ.